welcome to our new video. Welcome to our Golden Surprise YouTube channel. അപ്പോൾ ഞങ്ങളിപ്പോൾ പാനേരി പോരിലാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഇതെന്ന് വെച്ചാൽ വെള്ളച്ചാട്ടം പോലൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ചിലപ്പോൾ കുളിക്കുന്നതൊക്കെ ആയിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതാണ്, ഇവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട്. നമ്മൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് നടക്കണം. അപ്പോൾ നമുക്ക് നടന്നു പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെ വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെയും പാർക്കിംഗ് ഉണ്ട്. ഇവിടെ ഫുള്ളായി കഴിഞ്ഞാൽ അവിടെയും ഉണ്ട് പാർക്കിംഗ്. അപ്പോൾ ഇവിടെ ഫുള്ളായതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇട്ട് എന്നുവെച്ചാൽ പൂജയുടെ അവധിയായതുകൊണ്ട് ഇവിടെ നല്ല തിരക്കാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി നടന്നു പോവാം. ടിക്കറ്റ് കൗണ്ടറാണ്. ഇവിടെ അഡൽസിന് 50 രൂപയും പിന്നെ 5 തൊട്ട് 12 വരെയുള്ള വയസ്സിലുള്ള കുട്ടികൾക്ക് 10 രൂപയാണ്. ഇപ്പം അവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയേക്കുവാണ്. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ പാനേരി പോരിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞൊരു വലിയ എൻട്രി ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. കൗണ്ടർ അച്ഛൻ അവിടെ ടിക്കറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി പാനേരി പോരിലേക്ക് പോകും. എൻട്രൻസ് കഴിഞ്ഞ് വന്നേക്കുവാണ്. ഇനി 1 കിലോമീറ്റർ നടക്കണം. അത് കഴിഞ്ഞാൽ നമ്മൾ പുഴയുടെ സ്ഥലത്തെത്തും. അപ്പോൾ ഇവിടെ കരിങ്കല്ലിട്ട ഒരു നടപ്പാതയാണ്. ഇവിടെ ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട്. നമ്മൾ ഇനി നടന്ന് പോകുമ്പോൾ അവിടെ റിവറൊക്കെ കാണാം. അപ്പോൾ നമുക്ക് ഇനി പോകാം. ജംഗിൾ കഫേ എന്ന് പറഞ്ഞ ഒരു ചെറിയ കോഫി ഷോപ്പ് ഉണ്ട്. ഞങ്ങൾ ഇവിടുന്ന് ഒരു ചെറിയ ചായ കുടിക്കാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ ചായ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് സ്നാക്സ് ഒക്കെ മേടിച്ചു. ഫ്രണ്ട്സ്, നമ്മുടെ ഈ പാനേരി പൂര് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. ശരിക്കും പറഞ്ഞ പെരുമ്പാവൂരിനടുത്തുള്ള വേങ്ങൂരിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നവംബർ പകുതി മുതൽ മെയ് അവസാനം വരെയാണ് ഈ പാനേരി പൂര് നമുക്ക് സന്ദർശിക്കാൻ പറ്റുന്ന നല്ല സമയം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സന്ദർശിക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണിത്. ഇവിടെ എന്റർടൈൻ ചെയ്യാൻ പറ്റിയ ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട്. ഇവിടെ ഊഞ്ഞാലുണ്ട്, പിന്നെ ഇവിടെ ഒരു ട്രീ ഹൗസ് ഉണ്ട്, പിന്നെ നടക്കാൻ നല്ല രസമാണ് ഇവിടെയൊക്കെ. പിന്നെ ഇടയ്ക്കൊക്കെ റെസ്റ്റിംഗ് പ്ലേസും ഉണ്ട്. അടിപൊളിയാണ് ഈ സ്ഥലം. പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ കുളിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എക്സ്ട്രാ ഡ്രസ്സ് കൊണ്ടുപോകണം. അതുപോലെ ഡ്രസ്സ് മാറാൻ ഇവിടെ സ്ഥലമൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് നമ്മുടെ പുഴ. ഇത് പെരിയാറിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ ഇവിടെ ഇഷ്ടം പോലെ റെസ്റ്റിംഗ് പ്ലേസസ് ഉണ്ട്, ഇഷ്ടം പോലെ ബെഞ്ചുണ്ട്. പിന്നെ ഏറ്റവും അടിപൊളി കാര്യമാണ് ഇവിടെ ഒരു ട്രീ ഹൗസ് ഉണ്ട്. പക്ഷെ അതിൽ കയറാൻ പറ്റില്ല. അതിൻ്റെ സ്റ്റെപ്പിൻ്റെ താഴെ ഇത് വെച്ചേക്കുവാണ്. ഇവിടെ നല്ല മണ്ണിട്ട സ്ഥലമൊക്കെ ഉണ്ട്. നല്ല മഴയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തണലും ഉണ്ട്. പിന്നെ അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട്. നല്ല ഇഷ്ടം പോലെ അടിപൊളി സ്ഥലമാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊക്കെ പോയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതാണ് ട്രീ ഹട്ട്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ സ്റ്റെപ്പിൻ്റെ ഇവിടെ ഇതാക്കി വെച്ചേക്കുവാണ്, അടച്ചു വെച്ചേക്കുവാണ്. ഇതാണ് ട്രീ ഹട്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് അടിപൊളിയായിട്ടൊരു പ്ലേസ് ആണ്. നമ്മുടെ ആതിരപ്പള്ളി അതുപോലെ ഏഴാറ്റുമുഖം അവിടെയൊക്കെ ആയിട്ട് സിമിലർ ആയിട്ടുള്ളൊരു പ്ലേസ് ആണിത്. പിന്നെ ഇവിടെ ഊഞ്ഞാലുണ്ട്, ഒരു ട്രീ ഹൗസ് ഉണ്ട്. അടിപൊളി സ്ഥലമാണ് കേട്ടോ. അത് എൻജോയ് ചെയ്യാൻ വേണ്ടി വീക്കെൻഡ്സിലൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്കിനി കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാം. ഇഷ്ടംപോലെ റെസ്റ്റിംഗ് പ്ലേസ് ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ തൊട്ട് അപ്പുറത്താണ് ഊഞ്ഞാല്. നമുക്കിനി അങ്ങോട്ട് പോയി നോക്കാം. ഊഞ്ഞാലുണ്ട് കേട്ടോ. ഒരെണ്ണത്തിനാട്ടോ ഞാൻ കയറിയിരിക്കുന്നത്. അടിപൊളിയാണ് കേട്ടോ ഗൈസ്. മതി മതി.
ഒത്തിരി ആടണ്ട, മതി മതി മതി. ഒന്നുണ്ട്. രസമുള്ള ഒരു സ്ഥലം കേട്ടോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലേ. ഇവിടുന്ന് കുറച്ചുകൂടി നടക്കണം, നമുക്കിനി കുറച്ചുകൂടി ഇതിൻ്റെ ബ്യൂട്ടി ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് നടക്കാം. ഫ്രണ്ട്സ്, ഇതാണ് പെരിയാർ. ഇവിടെ നിറച്ചും വെള്ളമാണ് കേട്ടോ. ഭയങ്കര സ്പീഡിലാണ് ഇതൊക്കെ ഒഴുകുന്നത്. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇവിടെ ഈ വെള്ളത്തിന്റെ ഇടയ്ക്കൊക്കെ ഒരു ചെറിയ ദ്വീപ് പോലെയൊക്കെ നമുക്ക് കാണാം. മരങ്ങളൊക്കെ നിൽക്കുന്നത്, അതും നല്ല രസമാണ് കാണാൻ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കുളിക്കുന്ന ആ സ്ഥലത്തിലേക്കാണ്. പക്ഷെ പോകുന്ന വഴി ഒരു ഇച്ചിരി റഫാണ്. ഈ കല്ലും അതുപോലെ കുറേ ഉണ്ടക്കല്ലുകളൊക്കെ കുറേ കൂടി കിടക്കുവാണ് കേട്ടോ ഈ സ്ഥലം. നിങ്ങൾ സൂക്ഷിച്ചു പോയില്ലെങ്കിൽ ചിലപ്പം തന്നി വീഴാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ ഇവിടെ നല്ല കാടാണ് കേട്ടോ. പക്ഷെ ആനിമൽസ് ഉണ്ടോയെന്നൊന്നും അറിയത്തില്ല, എന്നാലും ഇവിടെ കാടൊക്കെ ഉണ്ട്. കുറേ വള്ളിപ്പടർപ്പുകളൊക്കെ ഉള്ള ഒരു അടിപൊളി ഫോറസ്റ്റാണ്. ഈ ഫോറസ്റ്റിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് തരുന്നത്. അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇവിടെ എലിഫൻറ്റ് കോഷനൊക്കെ ഇവിടെ എഴുതിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇലക്ട്രിക് ഫെൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടെ കുറച്ച് ദൂരം കൂടെ നടന്നാൽ നമുക്ക് ആ മെയിൻ പോർഷനിലേക്ക് എത്തും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഒരു വലിയ പാറയിൽ ചെന്ന് നടക്കും. അവിടെ ആളെ കാണാം. ആ പാറയുടെ ഇച്ചിരി കിഴക്കോട്ടാ നീങ്ങി നമുക്ക് വടക്കോട്ട് നോക്കുമ്പോൾ അതാണ് പോലെയുള്ള ചോട്ടം. അപ്പുറത്തേക്ക് കടന്നു പോയി അതിൻ്റെ അടുത്ത് ഇത്ര അടുത്ത് പോയാൽ കാണാൻ പറ്റത്തില്ല. കാണാം ഈ സമയത്ത് പറ്റത്തില്ല. ഇപ്പോൾ പറ്റും. അപ്പം അത്രയും മാസമാണ് അവിടെ പോകാറുള്ളത്. ഡിസംബർ മുതൽ ഡിസംബറിയാണ് നിങ്ങളോട് പറയാത്തത്. ഈ വർഷം ഇപ്പോൾ ഒടുക്കം മഴയായ കാരണം ചിലപ്പോൾ പോകാൻ പറ്റിയില്ലാന്നിരിക്കും. അത് കാരണം ജനുവരി ഉറപ്പാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയി വെള്ളച്ചാട്ടമൊക്കെ കണ്ട് അവിടെ ഒത്തിരി ഗർത്തങ്ങളൊക്കെ കാണാനുണ്ട്. ഒക്കെ കണ്ട് പിന്നെ ഇഷ്ടംപോലെ ഇതിലേക്കായും കുറേ സ്ഥലം കുളിക്കാനും അതെ അല്ലേ. അപ്പോൾ ഭയങ്കര തിരക്കാണ്. ഇത്രയും ഈ വൺ സൈഡ് മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് ഇവിടെ കുളിക്കാനുള്ള സൗകര്യമുണ്ടോ? കുളിക്കാം. ചെറിയ അരുവിയുണ്ട്, നല്ല ക്ലിയർ വാട്ടറാണ്. ക്രോസ് ചെയ്തിട്ട് വേണം പോകാൻ. ഇവിടെ ഒരു കല്ലുണ്ട്, ഇത് ക്രോസ് ചെയ്ത് പോയി അവിടെ ഒരു കുഞ്ഞു ബ്രിഡ്ജ് പോലത്തെ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളങ്ങനെ പാണിയിരിപ്പൂവിൻ്റെ അറ്റത്ത് തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറേ ഭയങ്കര ക്രൗഡഡ് ആയിട്ടാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. നമ്മൾ അങ്ങോട്ട് മാറിയിട്ട് അവിടെ ഒരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ ഇറങ്ങാനാണ് ഓർക്കുന്നത്. ഭയങ്കര തിരക്കാണ്, നല്ല ക്ലിയർ വാട്ടറാണ്. ഇവിടെ വെയിലും ഉണ്ട്, അതുകൊണ്ട് ഇവിടെ ഭയങ്കര ആൾക്കാരൊക്കെയാണ്. നമ്മൾ ഇവിടെ കുളിക്കുന്നില്ല, നമ്മൾ കുറച്ചുകൂടെ മാറിയ സ്ഥലം കണ്ടില്ല, അവിടെയാണ് കുളിക്കാൻ പോകുന്നത്. കണ്ടുപിടിച്ചിട്ടുണ്ട് കുളിക്കാൻ. ഇതാണ്. അപ്പൊ നമ്മുടെ ചെരുപ്പൊക്കെ ഊരി ഇനി നമുക്ക് ഇറങ്ങാം. അപ്പൊ ഞാൻ വെള്ളം
വെള്ളത്തിൽ ഇറങ്ങി. ഇത് താഴെ മൊത്തം പാറയാണ്, അതുകൊണ്ട് ഒഴുകിയൊന്നും പോകത്തില്ല. ഇവിടെ നല്ല തണുപ്പുണ്ട് വെള്ളത്തിന്. അപ്പൊ എന്തായാലും നമുക്ക് കുളിക്കാം. അപ്പൊ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങും കേട്ടോ. അപ്പൊ അമ്മയായിട്ട് ഇപ്പൊ ഇറങ്ങും, നമുക്ക് ഇറങ്ങി കളിക്കാം. ഞങ്ങളപ്പോ കുളിയൊക്കെ കഴിഞ്ഞു, അടിപൊളിയായിരുന്നു. ഞാൻ തലയൊക്കെ നനച്ചു. അപ്പൊ നമുക്ക് ഇനി പോകാം. അത് നല്ല തണുപ്പുള്ള വെള്ളമായിരുന്നു, അടിപൊളിയായിരുന്നു. 1.5 മണിക്കൂറോളം വെള്ളത്തിൽ കിടന്ന് അടിപൊളിയായിരുന്നു. ഇറങ്ങുമ്പോ തണുപ്പുണ്ട്, പിന്നെ ഒരു തണുപ്പുമില്ല. പിന്നെ പാറയുള്ളതുകൊണ്ടൊക്കെ ഒഴുകിയൊന്നും പോകത്തില്ല, അടിപൊളിയാണ്. ഇതാണ് ഡ്രസ്സ് മാറുന്ന സ്ഥലം. നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഉറപ്പായിട്ടും ഒരു എക്സ്ട്രാ ഡ്രസ്സും കൊണ്ടേ വരാവുള്ളൂ. നമുക്ക് ഇവിടെ വന്ന് മാറാം. ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തു. നമ്മൾ അവിടെ എല്ലാം കുളിച്ച് അടിപൊളിയായിരുന്നു. അപ്പം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.